നമ്മളിവിടെ ജബ്ബാർ ഉസ്താദിൻ്റെ പേരിൽ ഇവിടെ നമ്മൾ ഫാത്തിഹ ഓതി. ഞാൻ ഈ ആഴ്ച ഉസ്താദിൻ്റെ നാട്ടിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് ആളുകൾ സിയാറത്തിന് വേണ്ടി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ട സിയാറത്തിന് നാട്ടുകാർ മുഴുവനും ജുമുഅ കഴിഞ്ഞതിന് ശേഷം സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ പറഞ്ഞു, ഇത് ബിയ്യക്കോയ ഉസ്താദിൻ്റെ ഉപ്പയാണ്. ബിയ്യക്കോയ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറെ ആദരവോടുകൂടെ നമ്മൾ മിത്തബയിൽ ഉസ്താദ് എന്ന് പറയുന്ന ജബ്ബാർ ഉസ്താദിനെ ആ നാട്ടുകാർ സ്നേഹത്തോടുകൂടെ വിളിക്കുന്ന പേരാണ് ബിയ്യക്കോയ ഉസ്താദ്. ബിയ്യക്കോയ ഉസ്താദിൻ്റെ ഉപ്പ സിറാജ് കോയ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ സിയാറത്ത് ചെയ്തു. പുറത്തു വന്ന് നോക്കുമ്പോൾ ബിയ്യക്കോയ ഉസ്താദിൻ്റെ പേരിൽ വലിയ ഇസ്ലാമിക് സെന്റർ, ബിയ്യക്കോയ ഉസ്താദിൻ്റെ നേർച്ചപ്പെട്ടി. ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഉസ്താദിൻ്റെ ഇരുന്ന സ്ഥലം, ഉസ്താദ് നാട്ടിൽ എപ്പോഴെങ്കിലും വർഷത്തിൽ 1-2 പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോൾ ആ ഇരുന്ന സ്ഥലമുണ്ട്. അവിടെ ജൽസത്തു ഷരീഫ എന്ന് പറഞ്ഞിട്ട് അതിനെ അവർ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളായ നാട്ടുകാർ, ആ കുടുംബക്കാരൊക്കെ കൂടിയിട്ട് അതിങ്ങനെ പരിപാലിച്ചിരിക്കുകയാണ്, ഇമാറത്ത് ചെയ്യപ്പെടുക. വളരെ ആദരവോടുകൂടെയാണ്. ജബ്ബാർ ഉസ്താദിനെ പറ്റി ചോദിക്കുമ്പോൾ 1000 നാവാണ് ആളുകൾക്ക് പറയാനുള്ളത്. ഉസ്താദ് അവിടേക്ക് വരുമ്പോൾ, ദ്വീപിലേക്ക് വരുമ്പോൾ, കിൽത്താൻ ദ്വീപിലേക്ക് ഉസ്താദ് വരുമ്പോൾ കപ്പലിറങ്ങിയിട്ട് ആ കിൽത്താൻ ദ്വീപിൽ ബോട്ട് ജെട്ടിയില്ല, ചെറിയ ബോട്ടിൽ അങ്ങോട്ട് പോകണം. ആ ബോട്ടിൽ അങ്ങോട്ട് വരുമ്പോൾ ആ ബോട്ടിൽ ഇങ്ങനെ വരുമ്പോൾ വലിയ നീണ്ട 2 ലൈനുകൾ, ഇങ്ങനെ ലൈനായിട്ട് ആളുകൾ കാത്തിരിക്കും ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി. ഉസ്താദ് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ കടലോര പ്രദേശത്ത് ആളുകൾ തിങ്ങി നിറയും. സ്ത്രീകളൊക്കെ ദൂരെ നിന്ന് ഒരുപാട് സ്ത്രീകൾ തിങ്ങി നിറഞ്ഞ് ഈ കാഴ്ച കാണുന്ന മനോഹരമായ ഒരു കാഴ്ച അവരിങ്ങൾ ഇപ്പോഴും ഓർക്കുകയാണ്. മാത്രമല്ല, നമ്മളിപ്പോ വർഷത്തിൽ ജബ്ബാർ ഉസ്താദിന്റെ ആണ്ട് കഴിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളാണ് കഴിക്കേണ്ടത്. അവർ എല്ലാ മാസവും, അവിടെയുള്ള ആളുകൾ എല്ലാ മാസവും 2-ാം തീയതി ജമാഅത്തിൽ എല്ലാ മാസവും അറബി മാസം 2-ന്റെ അന്ന് ഉസ്താദിന്റെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്യും 6 മദ്രസകളിൽ. ഇപ്പൊ ഞാൻ പോയപ്പോൾ അവിടെ ആണ്ട് തുടങ്ങി. ഓരോ പള്ളിയിൽ ഓരോ പരിപാടികളാണ്. ഉസ്താദിന്റെ പേരിൽ 48 പള്ളികളാ കിൽത്താൻ ദ്വീപിലുണ്ട്. അത്രത്തോളം ഒരു മഹാനെ സ്നേഹിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ താഴ്മയാണ്, അദ്ദേഹത്തിന്റെ വിനയമാണ്. എല്ലാം ഉണ്ടായിട്ടും ഈ നാട്ടുകാരിങ്ങനെയൊക്കെ ബഹുമാനിച്ചിട്ടും മഹാനവറുകൾ വളരെ വിനയത്തോടുകൂടെ നമുക്കിടയിൽ ജീവിച്ചതുകൊണ്ട് അള്ളാഹു നൽകിയ ഒരു വലിയ ആദരവാണ്. അള്ളാഹു ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന് ഞങ്ങളിങ്ങനെ കപ്പൽ അവിടെ നിന്ന് ഇല്ലാത്തത് കൊണ്ട് അമീനി ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് പോയപ്പോൾ അവിടെയുള്ളൊരു മക്കാമ് കാണിച്ചിട്ട് അവിടെ ഞങ്ങൾ സിയാറത്തിന് പോയി. ഗുലാം മുഹമ്മദ് അഹമ്മദ് നഖ്ശബന്ദി റഹിമഹുല്ലാഹ്, അല്ലാഹു ആ മഹാനവറുകളുടെ ദറജ അല്ലാഹു ഉയർത്തട്ടെ. ജബ്ബാർ ഉസ്താദിന്റെ 4-ാമത്തെ ഉപ്പയാണെന്ന് പറഞ്ഞ് ആളുകൾ പരിചയപ്പെടുത്തി. വലിയ മസാർ, ആളുകളൊക്കെ സിയാറത്തിന് വരുന്ന വളരെ ആദരവോടുകൂടെ കാണുന്ന വലിയ കറാമത്തുകൾ, കശ്ഫ് കറാമത്തുകൾ, ആളുകൾ ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്ന ഒരു വലിയ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ നഖ്ശബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖ് കൂടിയായ ഉസ്താദിന്റെ ഒരു വല്യപ്പ. അദ്ദേഹത്തിന്റെ കഥകളും ആ നാട്ടുകാർ, അമീനി ദ്വീപുകാർ വളരെ ആവേശത്തോടുകൂടെ പറഞ്ഞു തരും. അപ്പൊ നമുക്കറിയും ആരാണ് ജബ്ബാർ ഉസ്താദ്. അവിടെ തന്നെ ജബ്ബാർ ഉസ്താദ് ആ ദ്വീപിൽ വന്നാലും ഉസ്താദ് താമസിച്ച ഉസ്താദിന്റെ ഒരു ബന്ധുവീടും ആ സ്ഥലവും അവർ അങ്ങനെ തന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ അങ്ങനെയൊക്കെ ആദരവും സ്നേഹവും ബഹുമാനം ഉണ്ടായിട്ടും 40-60 കൊല്ലം ഈ ജില്ലയിൽ നമുക്ക് വേണ്ടി ജീവിച്ചു ആ മഹാൻ. അള്ളാഹു ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവിടെ നമ്മളൊക്കെ അഭിമാനിക്കുകയാണ്. നല്ലൊരു തുടക്കമാണ് നമ്മുടെ സ്ഥാപനത്തിന് ലഭിച്ചത്. ആ പരിശുദ്ധമായ ആ നാവ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഹദീസ് ഓതി കൊടുത്തുകൊണ്ടാണ് ഈ ദാറുസ്സലാമിലെ ഈ ദർസ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടുകയില്ല. അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഉസ്താദിന്റെ ജബ്ബാർ ഉസ്താദിന്റെ കറാമത്തുകൾ പോലും അവർ പറയാം. 2 സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും ജബ്ബാർ ഉസ്താദിന്റെ കറാമത്തുകൾ അനുഭവസ്ഥ
ലോകപ്രശസ്തരായ ആളുകൾ ഇങ്ങനെ നമ്മോട് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ ഈ പ്രസ്ഥാനത്തിനും ഈ സ്ഥാപനത്തിനും തുടക്കം കുറിച്ചവർ ചില്ലറക്കാരല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ചവരാണ്. ഭൗതികമായ സുഖങ്ങളൊക്കെ അവർ വെടിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നല്ല സുഖങ്ങളും സൗകര്യങ്ങളും വാഹനങ്ങളൊക്കെ ഉണ്ടായിട്ട് രാജകീയമായ ജീവിതം നയിക്കാമായിരുന്നു. പക്ഷേ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ആ പഴയ കാറും ആ പഴയ നമ്മൾ പറയാറില്ലേ, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന. അല്ലാഹു തആലക്ക് അങ്ങനത്തെ ചില അടിമകളുണ്ട്. അവർ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ മയങ്ങിക്കൊണ്ട് അള്ളാഹിനെ മറന്നൊന്നും അവർ ജീവിക്കൂല. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ ഹദീസാണ്, അവർക്ക് അല്ലാഹു തആല ഭൂമിയിൽ ഒരു സ്വീകാര്യത കൊടുക്കും. ആ സ്വീകാര്യതയാണ് കിൽത്താൻ ദ്വീപിൽ കണ്ടത്, നമ്മൾ ഈ ജില്ലയിലും നമ്മൾ കണ്ടത്. അല്ലാഹു തആല നമുക്കൊക്കെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ബഹുമാനപ്പെട്ടവർ. നമുക്കറിയാം ഇന്ന് നമുക്ക് അങ്ങനെ പറയാനുള്ള ആളുകൾ ആരാ ഉള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഇതൊരു സംഘടനാ വിഷയം, ഒരു പ്രാസ്ഥാനിക വിഷയമൊന്നുമല്ല. ഇത് ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ റിള മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, ലം യഖ്ശ ഫില്ലാഹി ലൗമത ലായിം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുത്തനെയും പേടിക്കാതെ ഒരാളെയും എല്ലാരെയും ഒരുപോലെ കണ്ടു. ഒരാളുടെ സമ്പത്തും അവരുടെ നിലപാടുകളിൽ ഈ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. പണക്കാരനെയും പാവപ്പെട്ടവനെയും ഒരുപോലെ സ്വീകരിച്ചു നമുക്ക് നേതൃത്വം നൽകിയവരാണ്.